കടൽക്ഷോഭത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് എടവനക്കാട് പഞ്ചായത്തിൽ ഇന്ന് പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. കുഴുപ്പിള്ളിയിൽ നിന്ന് എടവനക്കാടേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ പ്രതിഷേധം നഗരമേഖലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് തുടർന്ന് ജീവിച്ചു പോകാൻ വേണ്ടി സീവാള് വേണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. തീരദേശത്തിന്റെ രക്ഷകരും കേരളത്തിന്റെ സൈന്യമായിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് മുഖ്യമന്ത്രി അടക്കം പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കാമെന്ന്. പക്ഷെ ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അതാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നിരവധി ആളുകൾ പങ്കെടുത്തതോടെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കുഴുപ്പിള്ളിയിൽ നിന്നും എടവനക്കാടേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പ്രതിഷേധം ശക്തമായതോടെയാണ് സമരസമിതിയുമായി കലക്ടർ ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ചയിൽ തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ 1.5 മണിക്കൂർ നടത്തിയ ചർച്ചയിൽ നിന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അത് നിയമസഭാ തലത്തിൽ നിന്നും ക്യാബിനറ്റ് കൂടി മന്ത്രിസഭാ തലത്തിൽ നിന്നാണ് അതിൻ്റെ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അവിടെ നിന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങളെ അറിയിച്ചത്. കേരളത്തിൽ 10 തീരദേശ പഞ്ചായത്തുകളാണ് ഉള്ളത്. 10 തീരദേശ പഞ്ചായത്ത് അവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കടൽ. പക്ഷേ എടവനക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സുനാമിയിൽ 5 മരണം നടന്ന് 2004 നടന്ന ദുരന്തത്തിന് ശേഷം ഒരു കല്ല് പോലും എടുത്തു വെക്കാത്തൊരു പഞ്ചായത്ത്. അപ്പോൾ ഈ 10 പഞ്ചായത്തിനേക്കാൾ അധികം പ്രയോറിറ്റി ലഭിക്കേണ്ടത് എടവനക്കാട് പഞ്ചായത്തിനാണ്. സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ജനകീയ സമരസമിതി. ഇപ്പം നമ്മൾ അടിയന്തരമായിട്ട് അവിടെ വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ ജനകീയ സമര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ജനകീയ സമര യോഗത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമിതിയുടെ ഒരു തീരുമാനത്തിലും അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. സമരം ശക്തമാക്കി ഈ ഹൈവേയിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെ എറണാകുളം ഭാഗങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്ത് രൂക്ഷമായ കടലാക്രമണമാണ്. അണിയിൽ കടപ്പുറം, പഴങ്ങാട് കടപ്പുറം, ചാത്തനാട് കടപ്പുറം എന്നിവിടങ്ങളിലെ 150ഓളം വീടുകൾ കടലേറ്റ ഭീഷണിയിലാണ്. എക്കാലത്തും സ്ഥിതി ഇതാണെന്നും ഇനി സഹിക്കാൻ കഴിയില്ലെന്നുമാണ് പ്രദേശവാസികൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.